Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband வாசு. வணக்கம். ஓகே, ப்ரீவியஸ் பார்ட் பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கல, நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுற போய் பாருங்க. இப்போ இந்த பார்ட்டுக்குள்ளே போயிடலாம். யார் பாரு நம்மளால தான் சிபிஐ தான் வருவார் கரெக்டா? சிபிஐ வரனா இவங்களால சால்வ் பண்ண முடியாதது அப்படிங்கிற மாதிரி தானே இருக்கும், கண்டுபிடிக்க முடியாதது அப்படிங்கிற மாதிரி. റൈറ്റ് ക്ലോസ് പண்றதுக்கு എഴുതി കേൾக்க പോടാ നമ്മളെ. ഞാനാണ് സർ. ആനിയോ? തോമസിന് മകൾ ഓമനയുടെ മരണം ആത്മഹത്യയല്ലെന്ന് തോന്നാൻ കാരണം? എന്റെ മോൾ ആത്മഹത്യ ചെയ്യൂല സർ. അപ്പോ ഓമനെ ആരെങ്കിലും കൊന്നതാണോ? അതെ. തോമസിന് ആരെയാ സംശയം? സണ്ണി. സണ്ണിയാണോ അതോ ഔസേപ്പച്ചനെ അതോ രണ്ടുപേരെയുമോ? എനിക്കറിയില്ല സർ. സ്ത്രീധനത്തിന്റെ പേരിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ബ്ലാക്ക് മെയിൽ ഉണ്ടായത്. കൊടുക്കാവുന്നേറ്റ സ്ത്രീധനം കൊടുക്കാതിരിക്കുകയോ അതിന്റെ പേരിൽ സണ്ണി വഴക്കുണ്ടാക്കുകയോ ഓമനെ ഉപദ്രവിക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല സർ. ഔസേപ്പച്ചന് തോമാച്ചനോട് വല്ല വൈരാഗ്യമുണ്ടോ? ഉണ്ട്. വരൂ, എന്താ കാരണം? ഔസേപ്പച്ചന് ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചു. എനിക്ക് അത്യാവശ്യം വന്നപ്പോൾ ഞാനത് തിരിച്ചു ചോദിച്ചു. ഔസേപ്പച്ചൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ അർത്ഥം വൈരാഗ്യം എന്നല്ലല്ലോ. പക്ഷെ അവിടെ മുതലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അകൽച്ച തുടങ്ങിയത്. പിന്നീട് എന്റെ മോളെ കാണാൻ പോലും അയാൾ അനുവദിച്ചില്ല. അവളുടെ ഒരു എഴുത്ത് പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇതെപ്പോഴാ സംഭവിച്ചത്? ഒരു 6-7 മാസമായി. 6-7 മാസമായി അല്ലേ? ഔസേപ്പച്ചന് തോമാച്ചനോട് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഓമനയെ തിരിച്ചയക്കാമായിരുന്നു, അല്ലെങ്കിൽ തോമാച്ചനോട് നേരിട്ട് വൈരാഗ്യം തീർക്കാമായിരുന്നു. അല്ലാതെ ഓമനയെ കൊന്നുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ഈ മരണം ഒരു ആത്മഹത്യയാക്കി തീർക്കാൻ സാറിന് എന്താ എത്ര നിർബന്ധം? തോമാച്ചനോട് ചോദിക്കുമ്പോൾ തോമാച്ച ഉത്തരം പറയുക, നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറയുക. മനസ്സിലായില്ലേ? മുമ്പൊരിക്കലും ഓമന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലേ? അതോ അതും ആരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതാണോ? ഓമനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അല്ലേ? ഇല്ല. അതിനവൾക്ക് വിഷമം ഉണ്ടായിരുന്നോ? വിഷമം ഉണ്ടാകാതിരിക്കും സാർ. ആ കാരണം കൊണ്ട് ഓമന വല്ല അബദ്ധവും? എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഡിവൈഎസ്പി വർമ്മയല്ല ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പാടോ, മരിച്ചവരോ മരിച്ചു, ഇല്ലാത്തൊരു കൊലപാതകത്തിന്റെ പേരും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരെ സ്വയം കൂടി കിടത്തണോ തോമാച്ച? അയ്യോ അയ്യോ എടാ, കള്ളമൊഴി കൊടുക്കല്ലേടാ. അയ്യോ സാറേ, ഞാൻ സത്യം സാറേ പറയുന്നത്. ഓ, ഇവര് പോയിട്ട് അടിക്கிறாங்க. തന്റെ അയൽവാസിയായ ഔസേപ്പച്ചന്റെ മരുമകൾ ഓമന മരിച്ച രാത്രി ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വീഴുന്ന ശബ്ദം ഞാൻ കേട്ടോടോ? കേട്ടില്ല. എന്തുകൊണ്ട് കേട്ടില്ല? ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നേ. എവിടെ പോയിരിക്കുവായിരുന്നു? ഞാനും ഭാര്യയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയിരിക്കായിരുന്നേ. ആ, ശ്രീധരന് സണ്ണിയെ കുറിച്ച് അഭിപ്രായം എന്താ? നല്ലവനാ. കുടിക്കുമ്പോഴോ? കുടിക്കുമ്പോ ഞാൻ ഇതുവരെ കുടിച്ച് കണ്ടിട്ടേ. ഔസേപ്പച്ചനോ? അയ്യോ, ഔസേപ്പച്ചൻ കള്ളനാ സാറേ, ചീത്തയാ. അലക്സേ, ഇയാളെ ഒന്നുകൂടെ അപ്പുറത്തോട്ട് വിളിച്ചോണ്ട് പോയാട്ടെ. അയ്യോ വേണ്ട സാറേ, ഞാൻ അവർ നല്ലവര് அப்படி சொல்ல போறேன். അല്ല, ഔസേപ്പച്ചൻ അതാണ് പരോപകാരിയാ, ധർമ്മിഷ്ഠനാ, ഈ ലോകർക്കെല്ലാം വേണ്ടവനാ. താനെന്താ ഈ വിവരം അന്ന് വർമ്മ സാറിനോട് പറയാതിരുന്നത്? അത് ഞാൻ പിന്നെ പറയത്തില്ല. താൻ ഔസേപ്പച്ചന്റെ കുടികിടപ്പുകാരനല്ലേ? അത് ഒഴിയാൻ പറഞ്ഞുകൊണ്ടല്ലേടോ താനെന്ന് കള്ളമൊഴി കൊടുത്തത് അല്ലേ? അലക്സേ, ആള് പെശക. ഇപ്പോഴേ എല്ലാം എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോ. இவர் உண்மையை சொல்றாரா போய் சொல்றாரு ஸ்ரீதரன்? அவர் உண்மைதான் சொல்றாரு. இவங்க வந்து மாத்தி எழுதி அடிச்சு வாங்குறாங்க. വേണ്ട, ഞാൻ ഡ്യൂട്ടിയില്ല. റെമി മാർട്ടിനാ സാറേ. വർഷം ഒരുപാടായി ഔസേപ്പച്ച ഞാൻ ഈ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട്. എന്റെ കൈ കൊണ്ട് തൊട്ട ഒരു കേസും എന്റെ തീരുമാനത്തിനപ്പുറം പോയിട്ടില്ല. നാരായണൻ പറഞ്ഞു. പിന്നെ നന്ദികേട് കാണിച്ച് ശീലമില്ലാത്തതുകൊണ്ട് DSP ദേവദാസ് എന്ന് പറഞ്ഞ സത്യവാന്റെ അവതാരമാണെന്നാ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അഭിപ്രായം. ഓമനക്കൊലക്കേസിലെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കുക. അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. അവസാനിപ്പിക്കുക. അറസ്റ്റ് ചെയ്യുക. பரவாயில்லையே. இப்படி கிரியேட் பண்ணதான் கோர்ட்ல கேஸ் இதாகும். அவங்களுக்கு நம்பிக்கை இல்லைனா தானே கோர்ட்ல தானே அது சொல்லணும். உங்க மேல நம்பிக்கை இல்லை, நீங்க வந்துட்டு எனக்கு சிபிஐ கேஸ் மாத்துறேன்னு. ஆமா, நல்லா விசாரிச்சு ஒரு ஆளை மாத்திட்டு உங்க வீட்டுல கும்மி அடிச்சிருந்தா ஸ்பேஸ் கிரியேட் பண்றாங்க. அப்பா, പോലീസ് നീതി പാലിക്കുക.
പക്ഷേ ആ നേതാവിനെ വിളിച്ചോണ്ട് വന്നേ. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം സാറിന് അറിഞ്ഞുകൂടെ? എടോ കളവാ, ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്കാണെങ്കിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ നിന്നെയൊക്കെ പ്രതികളാക്കി ഞാൻ അകത്ത് തള്ളും. സാറിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും. മിണ്ടരുത്. എടോ, മീശ പഴുത പാരമ്പര്യം എനിക്കുണ്ട്. இது தவறான செயல். ஒன் ஆஃப் த சஸ்பெக்ட் வீட்டில் உட்காந்துக்கிட்டு அங்கே வந்து அவங்க மேலே தடியடி வேறு பண்ணுறாங்களே. നമുക്ക് തുടങ്ങാം. ஒன் ஆஃப் த சஸ்பெக்ட் இல்லை, ஆல் ஆஃப் த சஸ்பெக்ட். ന്യായമായ മാർക്കറ്റ് കൂടാനുള്ളത് ആ തോമാച്ചൻ വരുന്നല്ലോ. അല്ല, നിങ്ങൾ വന്നിട്ട് കുറെ നേരം ആയാ? ഇപ്പൊ വന്നേ ഉള്ളൂ. മന്ത്രി അകത്തുണ്ട്. ആരാ തോമസ്? ഞാനാണ്. അകത്ത് വിളിക്കുന്നു. വാമോളെ. നിങ്ങളുടെ ചാർജ് ഷീറ്റ് ഞാൻ വായിക്കുന്നത്. ഇരിക്കൂ. വേണ്ട, ഞങ്ങൾ നിന്നോളാം. 29/6/87 ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് 8 മണിക്ക് കീഴുമാട് കഞ്ഞിക്കുഴി റോഡിലുള്ള പരാതിക്കാരൻ ജോണിക്കുട്ടിയുടെ അളിയൻ കിളിവാതുക്കൽ സണ്ണിയുടെ ഭാര്യ ഓമന എന്ന സ്ത്രീ ജീവിതത്തിൽ നിരാശ തോന്നി മേപ്പടി പരാതിക്കാരന്റെ അമ്മായിയപ്പനായ കിളിവാതുക്കൽ ഔസേപ്പച്ചന്റെ വസതിയായ ഇരുനില കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അയ്യോ, അകാലത്തിൽ മരണമടഞ്ഞൊരു മകളുടെ അച്ഛന്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ അങ്ങയുടെ മകളുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? സാർ, എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയൂ. പോലീസിന്റെ അന്വേഷണ രീതിയിൽ ഞങ്ങൾ പൊതുവെ തൃപ്തരല്ല. എന്തുകൊണ്ട്? ഈ കേസ് ആദ്യം അന്വേഷിച്ചു തുടങ്ങിയത് വർമ്മ സാറാണ്. പെട്ടെന്ന് ഒരു കാരണം കൂടാതെ വർമ്മ സാറിനെ മാറ്റി. നോ, യു ആർ റോങ്. നിങ്ങൾ പറയുന്നത് ശരിയല്ല. വർമ്മ മറ്റൊരു കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് വന്നത്. ആ കേസ് തുടർന്ന് അന്വേഷിക്കേണ്ടി വന്നപ്പോൾ വർമ്മയെ തിരിച്ചു വിളിച്ചു, പകരം മറ്റൊരാൾ നിയോഗിച്ചു. സാർ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കാര്യം നീതി ലഭിക്കും. ഒരു അച്ഛനോ കൂടപ്പുറപ്പിനോ ഇല്ലാത്ത വേദന അങ്ങേക്ക് എന്തിനാ? ഒന്ന് പുറത്തു പോയത്. இவரு வேலை போயிட்டாரு. നാട്ടിൽ നടക്കുന്ന ഓരോ കേസും ജനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തന്നെയുമല്ല, ഇതൊരു തീരുമാനത്തിലെത്തിയ കേസല്ലേ. ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ ഔസേപ്പച്ചന്റെ വീട്ടിൽ ജാഥയായിട്ട് പോയ ഞങ്ങളെ പോലീസ് തല്ലി സാർ. തല്ലാനാണല്ലോ പോലീസ്. അവർക്ക് നിയമം നടത്തണ്ടേ? സംബന്ധ വീട്ടിൽ ചെല്ലുന്നത് ജാതിയായിട്ടാണോ തോമാച്ച? എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ തനിയെ നേരിട്ട് ചെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അവകാശത്തിന് വേണ്ടി ഞങ്ങൾക്ക് സമരം ചെയ്യാൻ പാടില്ലേ സാർ? തല്ലുകൊള്ളുന്ന അവകാശങ്ങളൊന്നും നമുക്ക് വേണ്ട തോമാച്ച. തോമാച്ച ഒരു കാര്യം ചെയ്യും, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാര്യം മറക്കുക. അന്വേഷണ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം വ്യക്തമായി എഴുതി തന്നാൽ ഞാൻ വേണ്ട നടപടി എടുക്കും. സാർ, എനിക്ക് അല്പം ധൃതിയുണ്ട്. ഓട്ടോ തോമാച്ച. எல்லாம் ஃப்ராடு குரூப் தான் போல. இருந்து ஒரு நல்ல போலீஸையும் ஆன்சர் பண்ணிவிட்டாங்க. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ച് ഓരോ ഹർജി ഹോം മിനിസ്റ്റർക്കും സുപ്രീം കോർട്ടിനും അഡീഷണൽ സെക്രട്ടറിക്കും അയക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്ന് കോടതി ഇല്ലാത്ത ദിവസമായതിനാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങോട്ട് വന്നാൽ മതി. ശരി ശരി. இல்லோகத்தில் அதர்மம் தலைவிரித்து ஆடும் பொழுது நான் வருவேன். സുപ്രീം കോർട്ട് யார் இது? கிருஷ்ணர். ന്യൂഡൽഹി. சேதுராமன் வருவார். അടുത്തത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗ്രീവിയൻസസ്, അത് ബ്രാക്കറ്റിൽ എഴുതണം. പ്രൈം മിനിസ്റ്റേഴ്സ് സെക്രട്ടറിയേറ്റ്, സൗത്ത് ബ്ലോക്ക്, ന്യൂഡൽഹി. ടു ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, இவர் கொஞ்சம் ஹெல்ப் பண்றாரு போல. ന്യൂഡൽഹി. ഒന്നിച്ച് പിൻ ചെയ്തേ. எல்லாருக்கும் மனு அனுப்புறாங்களோ? Supreme Court of India this day order the crime petition number Why say? 25/86 of Kumarapuram Police Station, Kerala State, அம்முக்கு வயசா இது? investigated by the Deputy Superintendent of Police, Central Bureau of Investigations, Kerala Circle. வந்து விட்டார். റോട്ട് വരുന്നുണ്ട്. அவருக்கு நான் இன்ட்ரோ கொடுத்துட்டேன் போல. വേറെ വേണം. ഞങ്ങൾക്ക് CBI ഓഫീസ് വരെ പോകണം. இனிமே ஆட்டத்தை மட்டும் பாருங்க. എന്താ? ഇരിക്കൂ. നിങ്ങളോട് അകത്തേക്ക് എല്ലാം പറഞ്ഞു. ഇരിക്കൂ. ம்? ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തോമസ് നിങ്ങളാണോ? അതെ സാർ. ഈ കേസ് CBI അന്വേഷണത്തിനായി സുപ്രീം കോർട്ടിൽ നിന്നും ഉത്തരവായിട്ടുണ്ട്. சூப்பர். അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. അതിനാ വരാൻ പറഞ്ഞത്. സേതു, சேது പ്ലീസ് കം ഹിയർ. அவர்தான். சேதுராமன். സ്റ്റേറ്റ് പോലീസ് റെഫർ ചെയ്തൊരു കേസ് വീണ്ടും CBIയുടെ അന്വേഷണത്തിൽ വരിക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. ഈ കേസിൽ ക്രൈം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു.
ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകളും ഊഹാപോഹങ്ങളും വെച്ച് മാത്രം ഈ കേസ് അന്വേഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പരിപൂർണ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. சும்மா தான் எடுக்க முடியாது, ஸ்ட்ராங்காக ஏதாச்சும் எவிடன்ஸ் மாதிரி சொல்லுங்கன்றாங்களா? இவங்களோட ஃபுல் சப்போர்ட் வேணும். മിസ്റ്റർ സേതു, യു ആർ ഡെപ്യൂട്ടഡ് ഫോർ ദ എൻക്വയറി ഓഫ് ദി ഓമനാസ് കേസ്. താങ്ക് യു ஓ സർ. മിസ്റ്റർ സേതുരാമയ്യർ, DYSP CBI, ഇദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഇത് തോമസ്, അദ്ദേഹത്തിന്റെ മകൾ ആനി, കംപ്ലൈനൻസ്. സേതുവിന് നിങ്ങളോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. സേതു, പ്ലീസ് ടേക്ക് സർ വരും. இவரும் பயங்கர எங்க இருக்காரு. സാർ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യമേ പറയാവൂ. ഞാൻ സത്യമേ പറയൂ സാർ. വരും. ശരി. 35 கிட்ட இருக்கும் இந்த படத்தப்போ அவருக்கு ஏஜ். ഓമനയും സണ്ണിയും തമ്മിൽ പ്രേമവിവാഹമായിരുന്നോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓ, ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ സാമ്പത്തികമായി വളരെയേറെ അന്തരമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിവാഹം നടന്നുകൂടാ എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ചോദിക്കാം, ഈ വിവാഹത്തിന് പുറകിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ചേച്ചിയുടെ കല്യാണം നടന്ന കാലത്ത് ഔസേപ്പച്ചൻ സാധാരണക്കാരനായിരുന്നു. എന്റെ മകളാണ് ഔസേപ്പച്ചന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന് ഔസേപ്പച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഔസേപ്പച്ചനും നിങ്ങളും തമ്മിൽ ഇപ്പൊ അത്ര നല്ല രസത്തിലല്ല അല്ലേ? അല്ല, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 വർഷമായി. ഈ 5 വർഷത്തിനിടയ്ക്ക് നടന്ന പ്രധാന സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? പറയാ സാർ. കമാ പറയൂ. ഇങ്ങോട്ട് വാ. இது இவங்க சைடு உள்ள ஸ்டோரி. சாரி, அவங்க சைடுல 2 இது சொன்னாங்களா? ഇതെന്റെ മൂത്ത മകൾ ഓമന. മോളെ, കാപ്പി എടുത്തു കൊടുക്ക്. മോളകത്തേക്ക് പോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്റെ മകന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഇനി പെണ്ണിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്റെ തീരുമാനം എന്റെ മോൾ അനുസരിക്കും. എന്നാലും പെട്ടെന്നൊരു കെട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ. ഈ കാര്യത്തിൽ വളച്ചുകെട്ട് ഒന്നുമില്ല തോമാച്ച. എന്റെ മോന് പെണ്ണിനെ ഇഷ്ടപ്പെടണമായിരുന്നു, അവൻ ഇഷ്ടപ്പെട്ടു. ആ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇനി തോമാച്ചന്റെ തീരുമാനം പറഞ്ഞാ മതി. കെട്ട് വലിയ നോമ്പ് കഴിഞ്ഞു പോരെ? അതൊക്കെ തോമാച്ചന്റെ ഇഷ്ടം. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി. സ്ത്രീധനത്തിന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട. തോമാച്ചന്റെ മകൾ, തോമാച്ചൻ എന്ത് ഇഷ്ടമോ അത് ചെയ്യാം. ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ പരാതിയും കൊണ്ട് വന്നവൻ അകത്തായി. അങ്ങനെ വിസ്തരിച്ച് വിളിച്ചില്ല എന്ന് പറഞ്ഞവരാരും വരണ്ട. തോമാച്ച, 4:30 രാഹു തുടങ്ങും. അത് മുമ്പ് വീട്ടിൽ കയറണം. ശരി മോളെ, വാ, ഇറങ്ങാൻ നേരമായി. വാ. പോട്ടെ. വിവാഹത്തിന് ശേഷമുള്ള അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. ഇടയ്ക്ക് സണ്ണിച്ചേനും ഓമന ചേച്ചിയും വീട്ടിലേക്ക് വരും. സമയം കിട്ടുമ്പോൾ ഞാനും അപ്പച്ചനും അങ്ങോട്ട് പോകും. ജോണിക്കുട്ടിയുടെ സഹായത്തിൽ ഔസേപ്പച്ചൻ ചെറിയൊരു ബിസിനസ് തുടങ്ങി. ആരായി ജോണിക്കുട്ടി? സണ്ണിച്ചായന്റെ പെങ്ങളുടെ ഭർത്താവ്. എന്ത് ബിസിനസ് ആയിരുന്നു തുടങ്ങിയത്? ചെറിയ കോൺട്രാക്ട് വർക്കുകളായിരുന്നു ആദ്യം. ബിസിനസ് വളർന്നോടുകൂടി സണ്ണിച്ചായന് തിരക്കായി. അതോടുകൂടി ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു. എന്നുവെച്ച് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു കുറവും ഉണ്ടായില്ല. ഹലോ, സ്പീക്കിംഗ്. എന്നാ കമലം, എന്നാ പ്രോബ്ലം സൊല്ലേ. ഗിവ് ടു ഹിം. ഒരു മിനിറ്റ്, വീട്ടിൽ നിന്ന്. രാജാ അപ്പ ഹിയർ. ബി എ ഗുഡ് ബോയ് ആൻഡ് ഗോ ടു സ്കൂൾ. നോ, യു മസ്റ്റ് ഗോ ടു സ്കൂൾ. ഓക്കെ? വെൻ അപ്പ കംസ് ഇൻ ദ ഈവനിങ്, ഐ വിൽ ബ്രിങ് യു എക്ലേഴ്സ്, ചോക്ലേറ്റ്സ്, എവറിത്തിങ്. நடுவில் தமிழ் பேசினாரோ? எனக்கு அப்படிதான் இருந்துச்சு. ഓക്കെ, சொல்லுன்னு தானே சொன்னாரு. പറയൂ. ഒരു ദിവസം ഔസേപ്പച്ചൻ അപ്പച്ചനെ കാണാൻ വീട്ടിലേക്ക് വന്നു. ഞാനും ജോണിക്കുട്ടിയും കൂടി ഒരു ചെറിയ റേഞ്ച് പിടിച്ചിട്ടുള്ള കാര്യം തോമാച്ചൻ അറിയാമല്ലോ. എന്റെ വീടും പറമ്പും അതിന്റെ ഈടിനായി ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ടാ ഇപ്പോഴിങ്ങനെ ഏർപ്പാട് വേണ്ടി വന്നത്. ബാങ്കിൽ നിന്നുള്ള ലോൺ ഇത്രയും പെട്ടെന്ന് ശരിയാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോഴാ വേറൊരു പ്രശ്നം, അവർക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണമെന്ന്. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ തോമാച്ചന്റെ അടുത്ത് വന്നത്. കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുക്കാനില്ലാത്തതുകൊണ്ട് പാസ്സായ ലോൺ വെറുതെ കളയണോ? ലോൺ കിട്ടിയില്ലെങ്കിൽ പാലം പണിയുടെ കോൺട്രാക്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനാവില്ല. തോമാച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. ഔസേപ്പച്ചൻ നന്നാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും ഒരു വാക്ക് ഞാൻ ആനിയോട് കൂടി ഒന്ന് ചോദിച്ചോട്ടെ? ശരി. അപ്പച്ചൻ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്താ വേണ്ടെന്ന് പറയൂ. ശരി, നീ ആ പ്രമാണം കേട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, നമുക്ക് നല്ലതേ വരൂ. തോമാച്ചന് ഇതെപ്പോ തിരിച്ചു വേണമെങ്കിലും ശരി 1 മാസത്തെ അവധി എനിക്ക് തന്നാ മതി. തോമാച്ചൻ ബാങ്ക് വരെ ഒന്ന് വരേണ്ടി വരും. ഞാൻ അറിയിക്കാം. ഗ്യാരണ്ടിയിൽ ഒപ്പിടാനാ. എപ്പ വിളിച്ചാലും ഞാൻ വരാം. അങ്ങനെ ഔസേപ്പച്ചൻ പ്രമാണവും വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഔസേപ്പച്ചന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അയാൾക്ക് കാറായി, വീടായി, ജോലിക്കാരായി, വേറെ പല ബിസിനസ്സും തുടങ്ങി. പുത്തൻ പണക്കാരൻ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ അത് കണ്ടു സാർ. പ്ലാക്കൂട്ടത്തിൽ ഈ തോമായുമായിട്ടുള്ള ബന്ധം പോലും ഔസേപ്പച്ചന് പുച്ഛമായി. എല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു, പുറത്തു, എന്റെ മൂത്തവൾക്ക് വേണ്ടി.
എന്നിട്ട് ആയിടെ എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ടായി. എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് കുറച്ച് ഭൂമി വിൽക്കാമെന്ന് തീരുമാനിച്ചു. എന്റെ പറമ്പിന്റെ ആധാരം വിട്ടു കിട്ടാൻ വേണ്ടി ഞാൻ ഔസേപ്പച്ചനെ സമീപിച്ചു. എന്താ തോമാച്ചന് കാശിന് എത്ര അത്യാവശ്യം? ഞാൻ ഔസേപ്പച്ചനോട് അന്നേ പറഞ്ഞതല്ലേ മരിച്ചുപോയ എന്റെ സഹോദരിയെ പറ്റി. അവൾക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തവൻ എങ്ങനെയോ പോലീസിലായി, രണ്ടാമത്തവൻ ജോലി ഒന്നുമില്ലാതെ നടക്കുകയാണ്. അവൻ ഇപ്പൊ ദുബായിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിസയ്ക്ക് വേണ്ടി കുറച്ച് പൈസ കൊടുക്കണം. അത് ഞാൻ കൊടുക്കാമെന്ന് ഏറ്റുപോയി. എന്തിനാ തോമാച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കയറി ഏക്കാം? സങ്കടമുള്ള വർത്തമാനം പറയരുത് ഔസേപ്പച്ച. എന്റെ വീടും പറമ്പും കുടുംബ സ്വത്താ. നിയമപ്രകാരം അർഹതയില്ലെങ്കിൽ പോലും അതിലൊരു വീതം എന്റെ പെങ്ങളുടെ മക്കൾക്ക് കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. ആ വിവരം ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട്. അതിനിപ്പോ ഞാൻ എന്തോന്ന് ചെയ്യണു തോമാച്ച? ഔസേപ്പച്ചന് അറിയാമല്ലോ എന്റെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ലെന്ന്. അതുകൊണ്ട് പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടുകയാണെങ്കിൽ കുറച്ച് ഭൂമി വിറ്റ് അവൻ ആവശ്യമുള്ള പണം എനിക്ക് കൊടുക്കാൻ സാധിക്കും. ഇത്ര പെട്ടെന്ന് വന്ന് ചോദിച്ചാ ഞാൻ എവിടെ എടുത്ത് തരാനാ? ലോൺ ക്ലോസ് ചെയ്യാതെ ബാങ്കുകാർ ആധാരം തരുവോ? തരൂല്ല അല്ലേ? എങ്കിൽ എനിക്കൊരു 15,000 രൂപ കടമായിട്ടെങ്കിലും താ ഔസേപ്പച്ച. അല്ലല്ലേ, തോമാച്ചന് ഇത് എന്തോ കണ്ടിട്ടാ പറയുന്നേ? ഞാൻ ഇവിടെ കിടന്ന് 4 കാശിന് വിടുന്ന പാട് കർത്താവ് തമ്പുരാൻ അറിയാം. ഔസേപ്പച്ചൻ എന്നോട് പറഞ്ഞത് 1 മാസത്തെ അവധി മതി, ആധാരം എപ്പോ വേണമെങ്കിലും തിരിച്ചു തരാമെന്നല്ലേ? ആവശ്യമില്ലാത്തൊന്നും പറയരുത് തോമാച്ച, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഹലോ മിസ്റ്റർ ഔസേപ്പ് ഹിയർ. സാറ് വന്നോ? ഔസേപ്പച്ചനാണ്. എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അവിടുന്ന് ചോദിച്ചാൽ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ? അയ്യോ അല്ല, ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. 50ഓ 60ഓ ഞാൻ കൊണ്ടുവരാം. അത് വേണ്ട, ഞാൻ തന്നെ കൊണ്ടുവരാം. ഓക്കെ സർ. திமிர பத்தியா? இவர்கிட்ட வாங்கிட்டு பெரிய ஆளாயிட்டு இவர்கிட்ட காசு கொடுக்கறது எவ்வளவு யோசனை. എന്നിട്ട് ആധാരം തിരിച്ചു കിട്ടിയോ? കിട്ടി. 1 മാസത്തിന് ശേഷം. അതോടെ ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകന്നു പോയി സാർ. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? എത്രയായാലും എനിക്ക് എന്റെ മകളെ കാണാതിരിക്കാൻ ഒക്കുമോ? ഞാനൊരു ദിവസം എന്റെ മോളെ കാണാൻ പോയി. ഔസേപ്പച്ചൻ ദൈവത്തെ ഓർത്ത് എന്നെ വഴക്ക് പറയരുത്. ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടോട്ടെ ഔസേപ്പച്ച. സാധ്യമല്ല. തനിക്ക് ഒരു മോളുണ്ട്, അത് ഓർത്തെങ്കിലും എന്റെ മോളെ കാണാൻ അനുവദിക്കും. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലടോ. മോളെ മോളെ എന്താണ് ഔസേപ്പച്ച? എന്തോ இவர் யார் அவர் பொண்ணை பார்க்க கூடாதுன்னு சொல்றதுக்கு? அதுதான் அப்போல்லாம் அப்படிதான் போல. വിടോ, ഇവിടെ വിടാ. എന്നെ വിടാ. എന്നെ വിടാ. അയ്യോ, എടാ എന്നെ വിടാനാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളാരും അങ്ങോട്ട് പോയില്ലേ? പോയാലും അയാൾ കാണാൻ അനുവദിക്കില്ല സാർ. കുറെ കത്തുകൾ അയച്ചു, 1-2 മറുപടി വന്നു, പിന്നെ അതുമില്ല. അയാൾ അതിനും സമ്മതിച്ച് കാണില്ല സാർ. ഈ കത്തുകളൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? വീട്ടിൽ കാണും. അപ്പൊ നിങ്ങൾ ഓമനയെ നേരിട്ട് അവസാനമായി കണ്ടത് ആ ബഹളം ഉണ്ടായ ദിവസമാണോ? അല്ല, നീട്ടി തോന്നണം. ചേച്ചി ആസ്പത്രിയിലാണെന്ന്. എന്ത് இப்போ அந்த சூசைட் பண்ணிட்டாங்கல்ல, ம், அப்ப இது இந்த சூசைட் அட்டம்ப்டே அங்க ஏதோ பிரச்சனை நடந்திருக்கு ம். ஃபர்ஸ்டே. മോളെ ചേച്ചി മോനെ മോളെ നീ എന്തിനാ ഇത് ചെയ്തത്? പറ മോളെ. മോളെ അപ്പച്ചനോട് പറ മോളെ. പ്ലീസ് പുറത്തേക്കാൻ പറയും. മോളെ അപ്പച്ചി ഇങ്ങോട്ട് വരൂ. പിന്നെ ഞാൻ കാണുന്നത് എന്റെ മകളുടെ ശവശരീരമാണ് സാർ. വസ്തുവിന്റെ പ്രമാണത്തെ ചൊല്ലി നിങ്ങൾ ഓസേപ്പച്ചനും തമ്മിൽ വഴക്കുണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ സംഭവത്തിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് ഓമന വിഷം കഴിക്കുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞു കാണും, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഭീരുക്കളല്ലേ സാധാരണ ആത്മഹത്യ ചെയ്യാറുള്ളത്. ഒരിക്കൽ നിങ്ങളുടെ മകൾ അതിന് ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ ഓമന ആത്മഹത്യ ചെയ്തതല്ല എന്ന് സംശയിക്കുന്നു. എന്താ അതിന് കാരണം? എന്റെ ഒരു മരുമകൻ ചാക്കോ പോലീസിലാണ്. അവനും ഉണ്ടായിരുന്നു ഈ കേസന്വേഷണത്തിന്. പലരുടെയും മൊഴികളിലും തെളിവുകളിലും അപാകതയുണ്ടെന്ന് സംശയം തോന്നിയ അവൻ ആ കാര്യം അന്ന് കേസന്വേഷിച്ചിരുന്ന വർമ്മ സാറിനോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് അവരെ ഈ കേസന്വേഷണത്തിൽ മാറ്റിയത്. നാളെ വൈകുന്നേരം 7 മണിക്ക് ചാക്കോയോട് ഈ ഹോട്ടലിൽ വരാൻ പറയണം. റിസപ്ഷനിൽ എന്റെ പേര് പറഞ്ഞാൽ മതി. സാർ, ഇനി ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, തൽക്കാലം നിങ്ങൾക്ക് പോവാം. ശരി സാർ. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ. വേണമെങ്കിൽ ഒരു 90% തള്ളിക്കളയാം. അപ്പോൾ കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? വേണമെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു അന്വേഷണം കൂടെ നടത്തി ഫയൽ ക്ലോസ് ചെയ്യാം അല്ലേ? വി വിൽ സപ്പോർട്ട് ദി ഫൈൻഡിങ്സ് ഓഫ് ദി സ്റ്റേറ്റ് പോലീസ്. വരട്ടെ സാർ. നാളെ വൈകിട്ട് ഞാനൊരു കോൺസ്റ്റബിൾ ചാക്കോയെ കാണുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഒപ്പീനിയൻ കറക്റ്റ് ആയിട്ട് പറയാം. இது வரைக்கும் ஒரு பெருசா எதுவும் கிடைக்கல. இல்ல எமோஷனல். റൂം നമ്പർ 302. താങ്ക് യു. இவர் சொல்றத வச்சு டைமிங் மிஸ் மேட்ச் மட்டும் தான் அப்பயுமே இது பண்ண முடியுது. கரெக்டா? ചാക്കോ അല്ലേ?
അതെ സർ. വളരെ പേഴ്സണൽ ആയതുകൊണ്ടാണ് ചാക്കോയുടെ ഓഫീസിൽ വരാതെ ഈ ഹോട്ടലിൽ വരാൻ പറഞ്ഞത്. സ്ഥിരം പേടിക്കണ്ട. ഇതുപോലെയുള്ളൊരു കേസിൽ ഒരു പോലീസുകാരൻ ഇടപെട്ടാലുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒന്നും റെക്കോർഡ് ചെയ്യില്ല. ഒരു സ്റ്റേറ്റ്മെന്റിലും ചാക്കോ ഒപ്പിടുകയും വേണ്ട. ചാക്കോയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് തോമസും ആനിയും പറഞ്ഞു. ഇതൊരു കൊലപാതകമാണെന്ന് ചാക്കോയ്ക്ക് തോന്നുവാനുണ്ടായ പ്രൈം റീസൺസ് എന്തൊക്കെയാണ്? മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നുവെന്നാണ് ഡോക്ടറുടെ മൊഴി. പോസ്റ്റ്മോർട്ടം നടന്നത് പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കാണ്. രാത്രി 9:30 മണിവരെ കുമാരപുരം പഞ്ചായത്തിൽ മഴ പെയ്തിട്ടുണ്ട്. ഞാനന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ നിന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച് വീണ ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഇതൊക്കെ എനിക്ക് സംശയങ്ങൾ തോന്നാനുണ്ടായ കാരണങ്ങളാണ് സർ. പിന്നെ ഡോക്ടറുടെ മൊഴിയെടുത്ത SI ആണ്. മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞ 15 മണിക്കൂർ സർട്ടിഫിക്കറ്റിൽ 13 മണിക്കൂറായി കുറഞ്ഞു. പിന്നെന്തുകൊണ്ട് ഡോക്ടറോട് ഈ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചില്ല? ചോദിക്കേണ്ടി വന്നില്ല സർ. കറക്റ്റ്. ചോദിക്കേണ്ടവരെ അവർ ഒഴിവാക്കിയല്ലോ അല്ലേ? ഒരുപക്ഷെ യഥാർത്ഥമായി തന്നെ ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാണെങ്കിലോ? ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല സർ. ഡോക്ടറുടെ ആദ്യത്തെ മൊഴി ഒരു അബദ്ധത്തിൽ പറ്റിയ സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യാണല്ലോ. സപ്പോർട്ട് ചെയ്യിച്ചതാകാൻ പാടില്ലേ സർ. വെൽ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ചാക്കോ. നമുക്ക് വീണ്ടും കാണാം. தேங்க் யூ சார். அந்த ரிப்போர்ட்லையும் 2 hours சஜஸ்ட் பண்ணிட்டானுங்க கரெக்டாக. ஆனால் ஃபர்ஸ்ட் ரிப்போர்ட்டில் மட்டும் தான் 15 hours காமிச்சிருக்கு. பேசி கரெக்ட் பண்ணி 13 hours மாற்றிச்சானுங்க. அதையும் ഞാൻ ഈ റൂം വെക്കേറ്റ് ചെയ്യാണ്. ബില്ല് ഇങ്ങോട്ട് കൊടുത്തേച്ചേക്കും. இது விசாரித்தனே ஒரு ரூம் போலீஸ் வந்து இன்ஃபர்மேஷன் கொடுக்கூடாதுல்ல. சிபிஐக்கு மாறிடுச்சு கேஸு. அப்போ போலீஸ் வந்தால் பிரச்சனை. மஞ்சள் கலர் ட்ரெஸ் போட்டு தரணுட்டாங்கப்பா. யாரை ஃபாலோ பண்ணிது? இவரையா? சாக்கோ இது பண்ணியா? சொன்ன இன்ஃபர்மேஷன் லீக் ஆகிட்டே இருக்கு போலையே. இல்லை, இவரை ட்ராக் பண்ணிட்டே தான் இருக்காங்க. ஏன்னா இவருக்கு கொஞ்சம் தெரிஞ்சிருச்சுன்னு சொல்லி இவர் அப்போவே அவ்வளோ காசு வந்து என்ன லொக்கேஷன் இது? டிரைவர் வாசு. ஐயோ ஐயோ, போலீஸுக்கு என்ன நிலைமையா? ചാക്കോ പറഞ്ഞ ആ പോയിന്റ് നിലനിൽക്കുന്നതാണോ? പ്രത്യേകിച്ച് ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുള്ളപ്പോൾ. ലീഗലായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്തോട്ടെ. പക്ഷേ ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റ് ആണ് സർ. സോ യു ആർ ഇൻ ദ ഗെയിം. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതെ സർ. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നടന്ന മൈ ഡൗട്ട്സ് ഇൻ ദിസ് കേസ്. പോലീസുകാരനാവുമ്പോൾ പല വിരോധങ്ങളും ഉണ്ടാവില്ലേ? ഉണ്ടാവാം സർ. പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലാവാൻ വഴിയില്ല. വെൽ ദെൻ യു പ്രൊസീഡ്. യെസ് സർ. സേതുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേറെ ആര് വേണം കൂടെ? I prefer Circle Inspector Harry and Sub Inspector Vikram. Okay. யாரா இருக்கும்? Send Harry and Vikram. தெரியலையே. 87 யாரா இருந்தாலும் நமக்கு தெரியாது. അവിടുത്തെ DIG എന്റെ പഴയ സുഹൃത്താ. നിങ്ങൾ ആദ്യം അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. He will do the needful. Sir. Hey, സുരേഷ് ഗോപി. ஓ இன்னொருத்தரு? Vikram, Harry. Yes sir. Sedu Jagati. wants to assist him in this case. What do you say? Pleasure sir. ஜெகதியா இது? Sedu, please. ஜெகதி ஸ்ரீகுமாரா? Oh my God. கடைசியா ஒரு பாட்டு பாடினப்ப நான் பார்த்தேன். Now this is your property. ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ട്. CBI ഈ കേസിൽ ഇടപെടുന്നത് ഒരിക്കലും ലോക്കൽ പോലീസിന് രുചിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നെനിക്കറിയാം. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് എന്ന നിലയ്ക്ക് എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കണമെന്നുണ്ട്. അതിന് സാറിന്റെ പരിപൂർണ്ണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. Of course, I will do my best. താങ്ക് യു സർ. Thank you for watching with us. நம்ம அடுத்த பார்ட்ல சந்திப்போம். Bye bye.